ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോണത് വഴുതനങ്ങ ഫ്രൈ ആണ്. നമ്മൾ കേരളത്തിലുള്ളവരെല്ലാവരും വഴുതനങ്ങ കൊണ്ട് ഒന്നുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കും, അല്ലെങ്കിൽ പിന്നെ മെഴുക്കുവരട്ടി ഉണ്ടാക്കും, അല്ലെങ്കിൽ തോരൻ ഉണ്ടാക്കും. ഇത്രയൊക്കെ നമ്മൾ ഉണ്ടാക്കാറുള്ളൂ. തന്നെ തന്നെ മെഴുക്കുവരട്ടിയും തോരനൊക്കെ അത്ര വലിയ ടേസ്റ്റൊന്നുമില്ല. അതുകൊണ്ട് ആരും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല വഴുതനങ്ങ. ആവുന്നത് അവോയ്ഡ് ചെയ്യുക. പക്ഷേ വഴുതനങ്ങ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കറികൾ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഏത് ഷേപ്പിലുള്ള വഴുതനങ്ങ എടുക്കാം. വലിയ ഉണ്ട വഴുതനങ്ങ എടുക്കാം, നീളത്തിലുള്ള വഴുതനങ്ങ ആണെങ്കിൽ ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഒരു 3-4 ചെറിയ ഉള്ളി, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി 2 പീസാക്കിയത്, പിന്നെ ഉപ്പ് പാകത്തിന്. ഈ വഴുതനങ്ങയ്ക്ക് എത്ര ഉപ്പ് വേണമെന്ന് വെച്ചാൽ അത് ഞാനൊരു ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്, മതിയോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കൊറിയൻഡർ പൗഡർ, അതായത് മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഇത് ആംചൂർ, അതായത് മാംഗോ പൗഡർ എന്ന് പറയും. ഡ്രൈ മാംഗോ പൗഡർ നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു പച്ചമുളക്. ഇത്രയുണ്ട്. ഇതെല്ലാം കൂടി ഈ ഉള്ളിയെല്ലാം കൂടി ഒരുമിച്ച് അരച്ചിട്ട്, ഈ പൊടികളെല്ലാം കൂടി പൊടിച്ച് അരച്ചെടുത്ത് ഈ വഴുതനങ്ങയിൽ ഒരു 10-15 മിനിറ്റ് വരെ തേച്ച് പിടിപ്പിച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കത് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമുക്കത് അരച്ച് വരാം. അപ്പോൾ നമുക്കിതെല്ലാം ജാറിലേക്ക് ഇടാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചില്ലി പൗഡർ, ഗരം മസാല, കുരുമുളക്, അംചൂർ, മാങ്ങയുടെ പൊടി ഇല്ലാത്തവർക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു തക്കാളി അരിഞ്ഞിട്ട് വറക്കുമ്പോൾ അതിൻ്റെ മീതെ പരത്തി വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ പുളി ഇറങ്ങും. പിന്നെ വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് വെളുത്തുള്ളി അവോയ്ഡ് ചെയ്യാം. അതെല്ലാം ഓപ്ഷണലാണ് കേട്ടോ. ഇനി ഇത് അരച്ചിട്ട് ഇതിൽ പരട്ടാം. അപ്പോൾ അത് മിക്സിയിൽ അരയ്ക്കാൻ നേരത്ത് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇതെല്ലാം ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊന്നും മര്യാദയ്ക്ക് അരയത്തില്ല, കഷ്ണമായിട്ട് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത്, അപ്പോൾ നമുക്കിതിൽ പരട്ടാനും എളുപ്പമാണ്. പിന്നെ വറക്കുമ്പോൾ അടി പിടിക്കത്തില്ല. അപ്പോൾ എല്ലാം നന്നായിട്ട് പരട്ടി ഒരു 10-15 മിനിറ്റ് വരെ എടുത്ത് വയ്ക്കണം. അപ്പോഴാണ് അതിൽ പിടിക്കുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ മാംഗോ പൗഡർ ചേർത്താൽ ഒറിജിനൽ നോർത്ത് ഇന്ത്യൻ ഈ ഡിഷിൻ്റെ ടേസ്റ്റാണ്. തക്കാളി ചേർത്താൽ കുഴപ്പമില്ല, എങ്കിരുന്നാലും മാംഗോ പൗഡറാണ് ഇതിലേക്ക് ഏറ്റവും നല്ലത്. നമ്മൾ എപ്പോഴും നോക്കിയിട്ടുണ്ട്, തക്കാളി ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും ഡ്രൈ മാംഗോ പൗഡർ വാങ്ങിച്ച് വെച്ചാൽ നമുക്ക് ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലുപയോഗിക്കാം, ഭിണ്ടി മസാല ഉണ്ടാക്കുമ്പോൾ അതിലുപയോഗിക്കാം. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ പരട്ടി വെച്ച്, ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത് വാർത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതെല്ലാം ഇപ്പോൾ പരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളിത് മുറിക്കുമ്പോൾ ഇത്രയ്ക്ക് വീതിയിലെങ്കിലും മുറിക്കണം. നീളത്തിൽ മുറിച്ചാലും എങ്ങനെ മുറിച്ചാലും, അല്ലെങ്കിൽ അത് അലുത്ത് പോകും. ഇതിപ്പോൾ ആ തൊലിയുടെ കവറോട് കൂടിയിട്ട് നമ്മൾക്കിങ്ങനെ നല്ലതായിട്ട് പൊള്ളിച്ചെടുക്കാം. തൊലി പൊട്ടിപ്പോകാതെ പൊളിച്ച്. പക്ഷേ കനം കുറഞ്ഞായിരുന്നുണ്ടെങ്കിൽ തൊലിയൊക്കെ പൊട്ടിപ്പോയി അതിൻ്റെ ഉള്ളിലത്തെ ഫ്ലഷൊക്കെ പുറത്തേക്ക് വരും. ഇങ്ങനെയാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയല്ല, അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ പരട്ടി വെച്ച വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട്. 10-15 മിനിറ്റ് വരെ വെച്ചു. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഡീപ്പ് ഫ്രൈ അല്ല വേണ്ടത്, ഷാലോ ഫ്രൈ ആണ്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് ചൂടാവുമ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം പെറുക്കിയിട്ട് വറുത്തെടുക്കണം. അപ്പോൾ അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ അത്ര പറ്റി പിടിക്കത്തില്ല. അങ്ങനെയുള്ള പാത്രത്തിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ താഴെ ഒരു ഇല ഇട്ടിട്ട് ഇലയിലെ മുകളിലേക്ക് ഇതിട്ടാൽ മതി. അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഇത് നോൺ സ്റ്റിക്ക് അല്ലെങ്കിലും ഇത് അടികട്ടിയുള്ള പാത്രമാണ്. ഹോക്കിൻസിൻ്റെ പറ്റി പിടിക്കത്തൊന്നുമില്ല. ഇതെല്ലാം ഇട്ട് കഴിയുമ്പോൾ നമ്മളൊന്ന് അടച്ച് വെച്ച് തീ സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിക്കാനായിട്ട്. എന്നാലേ അത് വേവുള്ളൂ. പിന്നെ നല്ലതായിട്ട് ഉള്ളിൽ മസാലയൊക്കെ പിടിക്കത്തുള്ളൂ. നമ്മളിത് വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വശം മൊരിഞ്ഞു. ഞാനിപ്പോൾ മറ്റേ വശം മൊരിക്കുന്നതിന് മുമ്പ് ഈ ചൂടുള്ള ചട്ടിയിൽ ഒരു വശം മൊരിഞ്ഞ് കഴിഞ്ഞപ്പോൾ മറച്ചിട്ടിട്ട്
അടച്ച് വെച്ചിട്ട് ഓഫ് ചെയ്തിട്ടു. ഈ ചട്ടിക്ക് നല്ല ചൂടുണ്ട്. ആ ചൂടുകൊണ്ട് അടച്ച് വെച്ചിരിക്കുമ്പോൾ ആ ചൂടുകൊണ്ട് ആ വഴുതനെല്ലാം നല്ലപോലെ വേവും. ഇപ്പോൾ വെന്തിട്ടുണ്ട്. മറ്റേ വശം കൂടെ വെന്തു. അപ്പോൾ ഞാൻ ചട്ടി തുറന്ന് വെച്ച് ചെറു തീയിൽ രണ്ടാമത് ഓൺ ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോഴത്തേക്ക് ഇതൊക്കെ ഈ ചട്ടിയുടെ ചൂടുകൊണ്ട് തന്നെ മൊരിഞ്ഞ് കിട്ടും. ഒരുപാട് മൊരിയില്ല, വഴുതനങ്ങയല്ലേ, കുറച്ചൊരു മസാലയൊക്കെ ഇത്തിരി മൊരിയും. കരിയാതെ കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു വശം മറച്ചിട്ട് ഒന്ന് ചട്ടി നല്ല ചൂടാക്കിയിട്ട് ഓഫ് ചെയ്ത് വയ്ക്കാം. ഒരു 10 മിനിറ്റ് വരെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വഴുതനങ്ങ അതിലിരുന്നിട്ട് അടച്ച് വെച്ച് അങ്ങനെ വേവും. വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് തീ കൂട്ടിയിട്ട് ഒന്ന് തീ കത്തിച്ചിട്ട് വീണ്ടും ഒന്ന് ചെയ്യാം. അപ്പോൾ നല്ലതായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വഴുതനങ്ങ ഇതുപോലെ കഴിച്ചാൽ ചപ്പാത്തിക്കും ചോറിന്, തൈരുണ്ടെങ്കിൽ ചോറിന് സൈഡ് കറിയായിട്ടും എല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല റെസിപ്പികൾ വരുന്നതാണ്. അപ്പോൾ ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, ബൈ.